ഒരിക്കലും മാറ്റി നിർത്താനാവാത്ത ഒരു അധ്യായമാണ് ഉഹുദ് യുദ്ധം. തന്ത്രജ്ഞാനിയായ യോദ്ധാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 50 സ്വഹാബികളെ ജബൽ റുമാത്തിൽ നിർത്തിയിട്ട് പറഞ്ഞു, ഓ സ്വഹാബ, നിങ്ങൾ യുദ്ധകളത്തിൽ വരേണ്ടതില്ല കേട്ടോ. ഞങ്ങൾക്ക് യുദ്ധത്തിൽ എന്ത് സംഭവിച്ചാലും ശരി നിങ്ങൾ അവിടെ വരേണ്ട സ്വഹാബ. പക്ഷേ അവിടെ നിന്ന് സംഭവിക്കുന്നത് മറ്റൊന്നായിരുന്നു. അംബിക രാജാവിൻ തിരുമൊഴികൾ ലംഘിച്ചാനേ, വഹദിൽ അമ്പരനോടിക മക്കികൾ വിജയം പറിച്ചാനേ. ആദ്യം നബിയുടെ കൽപ്പനക്കെതിരായി നീങ്ങിയതാലേ, സഹബർ കരൾ കുതിർന്ന് കണ്ണിനിരഞ്ഞ് കണ്ണീരാലേ. മക്കികൾ അൻസാരികളുടെ തലകൾ കൊത്താനോടി, അപ്പോൾ മക്കക്കാരുടെ നേരെ ഹംസ പൊലിയും ചാടി. പറ്റിയിരുന്ന ചാട്ടിൽ വംശി ചാടിച്ചപ്പോൾ ഉന്നം തെറ്റാതുന്ന പൊലിയുടെ നന്ദം തുളച്ചല്ലോ. ശത്രുക്കൾ കളം വിട്ടോടി. അത് കണ്ടിട്ട് നബിയും സഹാബത്തും ഇവിടെ ഗനീമത്ത് ഒരുമിച്ച് കൂട്ടുകയാണ്. അപ്പോഴാണ് യുദ്ധം നമ്മൾ വിജയിച്ചില്ലേ എന്നൊരു ഭാവവുമായിട്ട് മലമുകളിൽ നിന്നും സഹാബികൾ ഇറങ്ങി വരുന്നത്. പക്ഷേ ജുബൈർ തങ്ങളും 10 സഹാബികളും അവിടെ നിന്ന് അനങ്ങിയതേയില്ല. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് ഇറങ്ങാൻ പറഞ്ഞിട്ടില്ല. പിന്നെന്തിനാ ഇറങ്ങുന്നത്? ഈ രംഗം ഖാലിദ് ബിൻ വലീദും ഇക്രിമത്തും കണ്ട് മലമുല്ല ഇരിച്ചു കയറിയിട്ട് അവിടെയുള്ള എല്ലാ സഹാബികളെയും അരിഞ്ഞു വീഴ്ത്തുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ മറ്റൊരു യുദ്ധത്തിന് കോപ്പ് കൊടുക്കുകയാണ്. ഉഹുദിന്റെ മണൽത്തരികളിൽ ചീറിപ്പായുകയാണ് ഹംസ റളിയല്ലാഹു അൻഹു. 31ഓളം ശത്രു ജീവനുകളെ അരിഞ്ഞു വീഴ്ത്തിയിട്ട് പ്രകമ്പനം കൊള്ളിപ്പിക്കുമ്പോഴതാ കാളരുടെ സൗകര്യം ഒരു വല്ലൻ, അതെ സിബായ അബ്ദുൽ അസീദിന്റെ മകനാ. എടോ, നിങ്ങളിൽ ആരാടാ എന്നോട് തൊമ്പ് കോർക്കാനുള്ളത്? ഈ ഒരു വെല്ലുവിളി ഹംസക്ക് കേൾക്കേണ്ട താമസം വെറുതെ വീഴുമോ? ഇല്ല. മോനെ സിബായി, നീ വലിയ ഭംഗിച്ചൊന്നും വരണ്ട. ധൈര്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറിവാടാ. നീ ഒത്താച്ചിപ്പെണ്ണിന്റെ മകനല്ലേടാ. ഇതും പറഞ്ഞ് ഹംസ റളിയല്ലാഹു അൻഹു ഒരു ചവടങ്ങ് കൊടുത്തു. സിബായിയുടെ രണഭൂമിയിൽ വെട്ടി പിളരുകയാണ്. ആ സിബായിയുടെ പടക്കുപ്പായം എടുക്കാൻ വേണ്ടിയിട്ട് കുനിഞ്ഞ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ തക്കം വാർത്തിരിക്കുന്നുണ്ടായിരുന്നു. ഹിന്ദ് വിട്ടതാണ് അയാളെ. അതെ, വഹ്ശി തന്റെ ചാട്ടുളി ക്രൂരത കൊണ്ട് മൂർച്ച കൂട്ടിയ ശേഷം ഉതിർക്കുകയാണ് ഹംസയുടെ അടുത്തേക്ക്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പിറകുവശത്തിലൂടെ അത് കയറിയിട്ട് മുൻവശത്ത് തള്ളി നിൽക്കുകയാണ്. യാ അല്ലാഹ്, വേദന സഹിക്കുന്നില്ല. അല്ലാഹുവിന്റെ കലാവഴി സംഭവിക്കുകയാണ്. ആ തിരു ശരീരം പിടഞ്ഞ് ഉറുദു മണ്ണിൽ വീണുപോയി. രക്തം ധാരാധാരയായി ഒഴുകുകയാണ്. വേദന കൊണ്ട് പിടഞ്ഞു കുളഞ്ഞ വേദജ്ഞാനി, എന്നാൽ മുറിഞ്ഞൊരു വൃക്ഷം പോലെ മാറിഞ്ഞാനേ. ഹിന്ദപ്പോഴൊരു കത്തിയെടുത്ത് നെഞ്ചിൽ കേറി ഇരുന്ന ചീറ്റപ്പൊലിയുടെ കണ്ണും കരളും കൊത്തിക്കീറി. വഹ്ശി ഓടി പോവുകയാണ്. ഹിന്ദേ, സ്വാതന്ത്ര്യത! ഞാൻ നീ പറഞ്ഞ 3 ആളുകളെയും കൊന്നോ, അല്ലെങ്കിൽ 3ൽ ഒരാളെങ്കിലും കൊന്നോളൂ. ഒരാളെ കൊന്നു. ആരെയാണ് കൊന്നത്? ഹംസയെ കൊന്നു. അത് കേട്ട ഹിന്ദേ, കാലൊക്കെ ചവച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദേ അത് തുപ്പിയിട്ട് കുതിക്കുകയാണ് ഹംസയുടെ അടുത്തേക്ക്. എന്നിട്ട് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വയറിന്റെ മുകളിൽ കയറിയിട്ട് പറയാണ്, വഹ്ശി, ഈ ചാട്ടിലെടുക്ക്. പറ്റില്ല ഹിന്ദേ, പറ്റില്ല. കൈകാലുകളില്ലാത്ത ഹംസയാണ് ഈ കിടക്കുന്നതെങ്കിൽ ആ ഹംസയുടെ കണ്ണിന്റെ നോട്ടം പോലും എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഹിന്ദേ. അങ്ങനെ ആ ഹിന്ദ് തന്നെ ആ ചാട്ടിൽ വലിച്ചെടുക്കുകയാണ്. ആ പെണ്ണ് അവിടെ പ്രതികാരം നിൽക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഹംസേ, നീ ബദറിൽ കൊന്നത് ആരെന്നറിയോ? എന്റെ ഉപ്പയാണ് ഹംസേ. 1 കൊല്ലമായി ഹംസ നിന്നെ ഞാൻ സഹിക്കുന്നു. ആ ഉത്തുബത്തിന്റെ മകളാണ് ഹംസ ഞാൻ.
അങ്ങനെ ഹംസ റളിയല്ലാഹു അൻഹു അവിടെ പ്രതികാരം തീർക്കുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിന്റെ കൂട്ടിലേക്ക് കൈ കടത്തിയിട്ട് ചുടുചോര വാരിയെടുത്തിട്ട് പറിച്ച് കടിച്ച് ചവച്ച് അവരുടെ പ്രതികാരം നിൽക്കുന്നില്ല. കരട് പറിച്ച് കടിച്ച് ചവച്ച് തുപ്പിത്തള്ളി കൂടൽ മാലെടുത്ത് കഴുത്തിലടഞ്ഞ് നൃത്തം തുള്ളി. കളി കണ്ടവരെല്ലാം പൊട്ടിക്കരഞ്ഞല്ലോ. കൽപ്പന ധിക്കരിച്ചാലുള്ള നഷ്ടം ലോകം കണ്ടു.